നമസ്കാരം. എല്ലാവരും സംഗീതത്തിൽ മുഴുകിയിരിക്കുകയെന്ന് അറിയാം. രാവിലെ വന്നവർക്കറിയാം, രാവിലെ നമ്മൾ ആസ്വദിച്ചതാണ്. അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. ചേർത്തലക്കാര് അഹങ്കാരത്തോടുകൂടി ഞങ്ങളുടെ കുട്ടിയാണ്, ഞാൻ ചേർത്തലക്കാരനാണ് എന്ന് ഭാവിയിൽ പറയാൻ പോകുന്ന ഒരു അത്ഭുത പ്രതിഭയാണ് ദേവദത്ത് കൃഷ്ണ. ഞാൻ കേട്ടിട്ടുണ്ട് ദേവദത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അരുൺ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കിവിടെ ഇങ്ങനെ ഒരു ദേവദത്തിൻ്റെ പ്രോഗ്രാം വയ്ക്കാം. അപ്പോൾ CBSE സ്റ്റേറ്റ് വിന്നറാണെന്നൊക്കെ അറിയാം. ഞാൻ ആ റീല് കണ്ടിട്ടുണ്ട്, മറ്റേ കുഞ്ചാക്കോവിൻ്റെ മുമ്പിൽ വെച്ച് വായിച്ച റീലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് കേട്ടപ്പം നമ്മുടെ അതുല്യ പ്രതിഭ ബാലഭാസ്കറിനെയൊക്കെ ഓർമ്മ വന്നു. സത്യത്തിൽ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. കൈലാസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൈലാസ് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, ആളുടെ ഒന്ന് ഒരു സോങ് ഒന്ന് കേട്ടിട്ട് പോകണം, നല്ല സോങ് ആണെന്ന് ഞാൻ കൈലാസിനോട് പറഞ്ഞു. അങ്ങനെ കൈലാസിനെ ഞാൻ ഒന്ന് പിടിച്ചിരുത്തിയതാണ്. ബാക്കി കൈലാസിനോട് തന്നെ നമുക്ക് ചോദിക്കാം. കൈലാസും നീ ഒന്ന് വേദിയിലേക്ക്, നീയും കൂടെ ഒന്ന് വേദിയിലേക്ക് വരും. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഗായത്രി, പുതിയ ഇനിഷ്യേറ്റീവിന് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഗായത്രി ദൈവത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊരു അതിമനോഹരമായി വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് രാവിലെ വായിച്ചപ്പോൾ വൈകിട്ട് വായിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു മേബി മ്യൂസിഷ്യൻ അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പം കുഴപ്പമില്ലാതെ വായിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ചിലപ്പോൾ തോന്നും. അപ്പം അങ്ങനെ തോന്നുന്നതായിരിക്കും. അപ്പം നമ്മളെ ഇംപ്രസ് ചെയ്യാൻ എത്രത്തോളം സാധിക്കും എന്നറിയില്ല. എന്തായാലും കണ്ടു നോക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ ദൈവത്തെ ഫസ്റ്റ് നോട്ട് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു എക്സലന്റ് പ്ലെയറാണ്. ഇത്ര ഈ ചെറുപ്പത്തിൽ ഇത്ര പ്രായം കുറഞ്ഞ് ഭയങ്കര ടഫായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര മനോഹരമായിട്ട് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്ര മനോഹരമായിട്ടാണ് വായിക്കുന്നത്. ഞാനിപ്പോൾ പറയുമായിരുന്നു, ഞാനിപ്പം ഈ അടുത്ത് പറഞ്ഞതാണ്, ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ മ്യൂസിക് പ്രൊഫഷണൽ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ചിലവരുടെ ഒരു പ്ലേയിങ്ങോ അല്ലെങ്കിൽ സിംഗിങ്ങിനെ കുറിച്ച് നമ്മൾ പറയും ഒരു പാഷനായിട്ട് സൈഡിൽ കൂടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്, നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ നോക്കുന്നതായിരിക്കും നല്ലത്, ഓപ്പണായിട്ട് പറയും. പക്ഷേ ചില ആൾക്കാർക്ക് വായിക്കുന്ന കാണുമ്പം എനിക്ക് പറയാനുള്ളത് വേറൊരു പ്രൊഫഷനോട്ട് പോകരുത്, ഇത് തന്നെ ഫോക്കസ് ചെയ്യണം. 100% ഇതിൽ വലിയൊരു ഭാഗ്യം. ഞാൻ ചുമ്മാ ഒരു സ്റ്റേജിൽ പൊക്കി പറഞ്ഞേക്കാന്ന് എനിക്ക് പറയുന്നതല്ല, അത്ര ഭാഗ്യമുണ്ട്. ഉറപ്പായിട്ടും വലിയൊരു നിലയിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും പറ്റുന്നതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു സന്തോഷ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഗായത്രിനെ കുറേ വർഷമായിട്ട് അറിയാം, ഫ്രണ്ടാണ്. അപ്പോൾ ആദ്യത്തെ സന്തോഷം ഗായത്രി ഒരു സംരംഭകയായി മാറി, മുതലാളിയായി മാറി എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചേർത്തലയിൽ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങി, അത് നാടിന് സമർപ്പിച്ചു എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ നിമിഷത്തിൽ എന്താ പറയുന്നത്, അത് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സന്തോഷം. അപ്പോൾ നേരിട്ട് കൺഗ്രാറ്റ്സ് അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്. നെയിലിറ്റ് എന്താ പറയുക, നെയിലിറ്റ് ഇസ് ഗോണ കിൽ ഇറ്റ്. ഞാൻ സലൂണൊക്കെ കയറി വിസിറ്റ് ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചേർത്തലക്കാർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് നെയിലിറ്റ് മാറട്ടെ, ഒത്തിരി കസ്റ്റമേഴ്സൊക്കെ വരട്ടെ. എന്താ പറയുക, വലിയ വലിയ നിലയിലേക്ക് ഒത്തിരി ബ്രാഞ്ചസും ഫ്രാഞ്ചൈസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെയിലിറ്റ് ഒത്തിരി സംഭവങ്ങളാവട്ടെ. അതെ. അപ്പോൾ നെയിലിറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് മോൻ്റെ എന്താ പറയുന്നത്, മോൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റിയത് ആണ്. അപ്പോൾ എന്നേക്കാളും എന്താ പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് ആണ് ഇദ്ദേഹത്തിൽ നിന്ന് മോൻ കേട്ടത്. കാരണം ഒരു മ്യൂസീഷ്യന് എന്താ പറയുന്നത് കേൾക്കാൻ പറ്റിയ, ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റാണ്, അപ്പൊ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നേക്കാളും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തെ പോലുള്ള ഒരു മ്യൂസീഷ്യന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം അതിലത്രയും അറിവുള്ള ആളുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല കമന്റ്സ് കേൾക്കുക എന്ന് പറയുന്നത് ഒട്ടും എന്താ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിപ്പോ ഇദ്ദേഹത്തിനായതുകൊണ്ട് അതിന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നെ പോലുള്ള അല്ലെങ്കിൽ ഇരിക്കുന്ന ഇങ്ങനെ ഈ ഒരു വയലിൽ പ്ലേ ചെയ്യാൻ തൊടാൻ പോലും എങ്ങനെ വിളിക്കാതെ അറിയില്ലാത്തവർക്ക് മോനൊരു
എന്താ പറയുന്നത്, ഒരു അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മോൻ ചെയ്തത്. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് മോൻ പ്ലേ ചെയ്തതിലെ ഫീലിംഗ് ആണ്. നമ്മള് മോയിലെ ഓരോ പാട്ടായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പാട്ടിലേക്ക് കയറുമായിരുന്നല്ലോ. ഇത് സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അറിയുന്ന കാര്യമായിരുന്നു. അതുപോലത്തെ ഫീലിങ്ങിനാണ്, അത്രയും ഇമോഷൻസ് ആണ് മോൻ ഈ എന്താ പറയുന്നത് വയലിലൂടെ മോൻ കാഴ്ചവെച്ചത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. എക്സലന്റ് മോനെ. ഞാൻ ചേട്ടനോട് അവിടെ ഇരുന്ന് മോന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മോൻ നല്ല രീതിയിൽ വരും. എന്താ പറയുന്നത്, ദൈവത്തിന്റെ പേരിൽ ചേർത്തല അഭിമാനിക്കുന്ന ഒരു സമയം വരും, തീർച്ചയായിട്ടും വരും. അപ്പോ പേരൻസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പേരൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, മോനെ വേറെ ഒരു തരത്തിലേക്കും ഡിസ്ട്രാക്ട് ചെയ്ത് വിടാൻ പാടില്ല. അവൻ ആ വയലിൽ പിടിച്ച് അന്തസ്സായിട്ട് അഭിമാനമായിട്ട് നിൽക്കാനുള്ള മോനാണ്. തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവണം, നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവണം. ദൈവത്തിനെ പരിചയപ്പെട്ടു എന്ന് എനിക്ക് ഒരിക്കൽ വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും. എനിക്കത് ഉറപ്പാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഒത്തിരി സന്തോഷം. ആക്ച്വലി മോനെ എന്തെങ്കിലും കാര്യം പറയണം. എന്റെ കണ്ണൊക്കെ നിറഞ്ഞായിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അൺഎക്സ്പെക്ടഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൈലാസവാമൻ കാണാൻ പറ്റുമെന്ന്. ഞാൻ രാവിലെ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ ഒരു റൂമുണ്ടായിരുന്നു സാറിൻ്റെ റിലേഷൻ ആയാലും വരുന്നു. സാറ് ഒരിക്കലും പ്രതീക്ഷിച്ചത്. ഞാൻ നിയമമഴയായി ഞാൻ സാറിന് വേണ്ടി വായിച്ചത്. എനിക്കെന്താണെന്ന് അറിയില്ല. സന്തോഷം കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോഴേ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് മൊമെന്റ്സ് ആണ് ഇതൊക്കെ. അതായത് ഇങ്ങനൊരു ആളെ വിളിക്കുമ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ ഇതൊരു നിമിത്തമാണ് സത്യത്തിൽ. അതിന് ഒരുപാട് സന്തോഷം. എന്തായാലും ഇത്രയും വലിയൊരു വിസിറ്റ് നമുക്ക് അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു ചെറിയ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നമുക്ക് ഈ കലാകാരന് കൊടുക്കാം അല്ലേ? എല്ലാം കൂടെ ഒന്ന് എഴുതിയിരിക്കുക. അതിൻ്റെ സ്പെഷ്യൽ എന്തായാലും നമുക്ക് കുറച്ച് നേരം നല്ല കുറച്ച് മൊമെന്റ്സ് ഇവർ രണ്ടുപേരും വന്നപ്പോൾ നമുക്ക് കിട്ടി. ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഞങ്ങളുടെ നീരജിന്റെ ഭാഗത്തുണ്ട്. ചെറുത്ത്